ഞങ്ങളുടെ കൂട്ടത്തില് ഭദ്രൻ എന്ന് പറഞ്ഞ ഭദ്രൻ ഭദ്രൻ പേരാണല്ലോ. ഭദ്രന്റെ എൻട്രി ഒക്കെ തമാശയാണ്, ഭയങ്കര കോമഡിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളൊരു ഷോക്ക് കാർഡൊക്കെ അന്ന് റെഡിയാക്കി. ഞാനും പോളച്ചനും ബിജു അജിയും കൂടി 4 പേരുള്ള ഒരു ഷോക്ക് കാർഡ് റെഡിയാക്കി. അത് കഴിഞ്ഞ് പോളച്ചന് ചിക്കൻ ബോക്സ് അടിച്ച് പോളച്ചൻ കിടപ്പിലാക്കി. അപ്പോഴാണ് ഈ സമയത്താണ് ഭദ്രൻ്റെ എൻട്രി. ഭദ്രൻ നാട്ടിലെ നല്ലൊരു അനൗൺസറാണ്. ഇന്നിപ്പോൾ പുള്ളി നല്ല ഈ നമ്മുടെ വള്ളംകളിക്കൊക്കെ ഇല്ലേ, ഉഗ്രം കമൻറ്റേറ്ററാണ്. അപ്പോൾ ഭദ്രൻ അന്ന് കഥാപ്രസംഗം അത്യാവശ്യം പാടും. ഒരു ഓൾ ഇൻ ഓൾ ആയിട്ടുള്ളൊരു ഭദ്രൻ ഞങ്ങളെ 3 പേരെ വിളിച്ച് പോളച്ചൻ വയ്യാതെ കിടക്കണം, നിങ്ങളുടെ ടീമിൽ നമ്മളെയും കൂടി കയറ്റടാന്ന് പറഞ്ഞു. പോളച്ചനില്ലാണ്ട് വയ്യാതെ കിടക്കില്ല. അങ്ങനെ ഞങ്ങൾക്ക് ചായയൊക്കെ മേടിച്ചെന്ന്, പൊറോട്ട ഇറച്ചിയൊക്കെ മേടിച്ചെന്ന് കമ്മിറ്റ്മെന്റ്. പോളച്ചൻ ഇതൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഷോക്കാർഡിൽ 5 പേര് ഭദ്രന്റെ പൈസ കൊണ്ട് ഞങ്ങൾ കയറ്റി. പോളച്ചൻ പ്രശ്നമുണ്ടാക്കിയ ഞാനറിയാതെ, നിനക്ക് വയ്യാതിരിക്കരുതേ, അങ്ങനെ ഭദ്രനും കൂടി വന്ന് പോട്ടെ സാരില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ ഭദ്രൻ വന്നതിൽ ഗുണമുണ്ടായിരുന്നു. ഭദ്രൻ്റെ കുറേ പരിപാടികൾ ഭദ്രൻ്റെ കെയർ ഓഫിൽ വന്നു. അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് പുറത്തേക്ക് ഒരു പരിപാടിക്ക് പോയാണ്. അത് എന്ത് പരിപാടിയാണെന്ന് അറിയാമോ? ഭദ്രൻ്റെ പെങ്ങളുടെ മോളുടെ കല്യാണം. എവിടെയാണ്? കാസർഗോഡ് കാഞ്ഞങ്ങാട് കല്യാണം. അപ്പോൾ ഭദ്രൻ പറഞ്ഞു, കല്യാണത്തലേന്ന് നമ്മുടെ ഒരു പരിപാടി, ഇവിടുത്തെ ചിലവുകൾ വണ്ടിയുടെ കാശ് ഞാനെടുത്തേക്കാം, നമുക്കൊരു ട്രിപ്പും. സന്തോഷമായി നമുക്ക്, കാരണം പുറത്തിറങ്ങാറില്ല. അത് നമ്മൾ പുറത്ത് ലോങ് പോകണം. അങ്ങനെ പറഞ്ഞു കല്യാണ പരിപാടിയാണെന്ന് പറഞ്ഞില്ല. അവിടെ മൊത്തം ഞങ്ങൾ പറഞ്ഞു പരിപാടി വന്നേക്കണം കാഞ്ഞങ്ങാട്. എടാ നിങ്ങൾക്ക് കാഞ്ഞങ്ങാടൊക്കെ. പിന്നെ അങ്ങനെ രാവിലെ ഈ ടെമ്പോ ട്രാവലറല്ല അന്ന്, പഴയ മറ്റഡോർ ടെമ്പോ കാലത്തേക്ക് കൊണ്ടുവന്നിട്ട് സ്റ്റാൻഡൊന്നുമില്ല, സ്റ്റൂള് തിരിച്ചിട്ടിട്ട് അതും ബോർഡ് വലിച്ച് അത് ഭയങ്കര ഒരു കഥ. അതൊക്കെ അല്ലേ സന്തോഷമാണ്. ബോർഡ് കെട്ടിയിട്ട് ഈ വണ്ടി അണ്ടിപ്പിളിക്കാരന് അപ്പുറത്തെ ജംഗ്ഷനിൽ പോകും, ജംഗ്ഷനിൽ നിന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യമില്ലാതെ ആൾക്കാർ അവർക്ക് ഇന്ന് എന്തോ പരിപാടി ഉണ്ടെന്ന് നമ്മുടെ പിള്ളേർക്ക്. എവിടെ? കാഞ്ഞങ്ങാട്. അതെവിടെയെന്നൊക്കെ പറഞ്ഞ് വൻ ചർച്ചയാണ് വൈകുന്നേരം. അപ്പം ഞങ്ങൾ അവിടെയൊക്കെ ഫ്ലാഷാക്കി. ഉച്ചയ്ക്ക് 2 മണിക്ക്. അപ്പോൾ ഞങ്ങളുടെ ജംഗ്ഷനിലൊക്കെ ആൾക്കാർ കാത്തു നിൽക്കണം. ഭദ്രൻ്റെ വീട്ടിൽ നിന്നാണ്, വടക്കുംപുറത്തു നിന്നാണ് വണ്ടി പുറപ്പെടുന്നത്. അപ്പോൾ ജംഗ്ഷനിൽ നോക്കുമ്പോൾ എന്താണ് ഭദ്രൻ്റെ വലിയച്ഛൻ, കൊച്ചച്ഛൻ, അമ്മായി, ഇവരൊക്കെ ഉള്ളു വണ്ടി. അങ്ങനെ പോയി. അപ്പം വീട്ടിലൊക്കെ ഞാൻ പറഞ്ഞു കാസർഗോഡ് പോയിടുന്ന് പറഞ്ഞ് പോയിട്ട് 5 ദിവസം അവിടെ തങ്ങി. 1 ദിവസം പരിപാടി നടത്തി, പിന്നെ അവിടെ തങ്ങി. അതങ്ങനെയാ. വീട്ടിലെ അച്ഛനൊക്കെ കാണാനില്ല, അന്ന് ഫോണും ഇല്ല, എവിടെയോ അവൻ പോയി, അവനെ കാണാനില്ല. ബിജുവിൻ്റെ വീട്ടിൽ ചെല്ലണ്, ബിജുവിൻ്റെ അച്ഛൻ പോളച്ചൻ്റെ വീട്ടിൽ ചെല്ലണ്, വിഷയമായി പോയി. ഞങ്ങളെ കാണാനില്ല, കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ടൊക്കെ അവിടെ ചർച്ചയായി. 5 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നു. പ്രോഗ്രാം എങ്ങനെ ഉണ്ടായി? പ്രോഗ്രാം അവിടെ അന്നൊക്കെ ഒരു പ്രശ്നം, മിമിക്സ് ഗാനമേളയൊക്കെ ഉണ്ട്. മിമിക്സ് ഗാനമേളയൊക്കെ ആയിട്ട് തകർത്ത് നല്ല ഏരിയയാണ്. കടൽത്തീരത്താണ് അവരുടെ വീട്, കടപ്പുറവും ഇതൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു. അതങ്ങോട്ട് എൻജോയ് ചെയ്ത് ബേക്കൽ കോട്ടയൊക്കെ കാണാൻ പോയി. ഓരോ ദിവസം പകല് വേറെ പണിയൊന്നുമില്ല, അങ്ങനെ ഒരു ട്രിപ്പ് പോലെ. നമ്മൾ ഒരു കാലത്ത് ഒരുപാട് CD-കൾ എഴുതുകയും അഭിനയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായി. പിന്നെ അപ്പം അതിന് നമ്മൾ പാരഡികളൊക്കെ ചേർക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം രാജേഷ് നമ്മൾ ഒരു പാരഡി വീണെന്ന് പറഞ്ഞപ്പോൾ ഒരു പാരഡി എഴുതി, ഓർമ്മയുണ്ടോ? നെഹ്റുവാ നെഹ്റുവാ. അത് ഞാൻ എഴുതിയതല്ല, അത് നമ്മുടെ അജീബിന്റെ ഉണ്ടായിരുന്നു. നിങ്ങൾ 2 കൂടി എഴുതിയത്? അതെന്റെ പിന്നിൽ എൻ്റെ കൈകളുണ്ട്. കാരണം ഒരു ദിവസം അന്ന് നമ്മൾ അധ്യാപകനിൽ ഇരുന്നിട്ടാണ് എഴുത്തു പരിപാടികളൊക്കെ. അതെ. അപ്പോൾ അജീബിനപ്ര ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നേക്കാണ്, രാജേട്ടാ ഇപ്പോൾ ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട്, ഒരു പാട്ടിൻ്റെ ഒരു 4 വരിയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഏതാണെന്ന് പറഞ്ഞപ്പോൾ നെഹ്റുവാ നെഹ്റുവാ, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി നെഹ്റുവാ. അപ്പം എനിക്കത് കേട്ടപ്പോൾ കൊള്ളാല്ല, ആ പാട്ടുമായിട്ട് നല്ല മാച്ച് ഉണ്ട്, നമുക്ക് എഴുതാന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും കൂടി സപ്പോർട്ട് ചെയ്തു. അത് ഓർമ്മയുണ്ടോ? ആ പാട്ട് ഓർമ്മയുണ്ടോ? ഞാൻ എടുത്തരാം. നെഹ്റുവാ നെഹ്റുവാ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നെഹ്റുവാ, കുട്ടികളുടെ കളിത്തോഴൻ നമ്മുടെ ചാച്ചാജി. ഹൗ. പിന്നെ രണ്ടാമത്തെ ഭാരതത്തിൻ പ്രഥമ പൗരൻ നമ്മുടെ ചാച്ചാജി. വെള്ളക്കാർ പോയി കൊള്ളക്കാർ വന്നു, അവരെ തുരത്തുവാൻ ഗാന്ധിജി വന്നു, നമ്മുടെ ബാപ്പുജി. കോമഡി എന്ന് പറഞ്ഞ പിറ്റേ ദിവസം രാവിലെ മനോജിനെ ഇത് കേൾപ്പിച്ചപ്പോ മനോജ്
ഇതിലും വേറെ നിങ്ങൾക്ക് ദേശീയാനും ഉണ്ടായിരുന്നില്ല. അല്ല, അജിപ്പുന്നപ്പുറം ഭയങ്കര ഇതായിട്ട് എഴുതിക്കൊണ്ട് വന്ന സാധനം അത്. അവൻ ഭയങ്കര കാര്യമായിട്ട് അവൻ്റെ തലയിൽ ഒരു പൊൻതൂവലെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന സാധനമാണിത്.